നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷ് എവിടെ പോകുന്നു? ഇവിടെ ഇരിക്കും. എനിക്ക് സംസാരിക്കാനുള്ളത് മുഴുവനും കേട്ടു പോയാ മതി. നമ്മുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞല്ലേ? ഇനി ആരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ധനുഷ് ഇവിടെ തന്നെ ഇരുന്നാ മതി. അതാര് വന്നെന്ന് പറഞ്ഞാലും. വിവാഹം ഉറപ്പിച്ചാലുടനെ കെട്ടാൻ പോകുന്നവനെ വിളിച്ച് കിടപ്പുമുറിയിൽ കയറ്റിയിരുത്തി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വക പ്രകടനങ്ങളൊക്കെ നിനക്ക് ചേരുന്നതല്ല സ്നേഹ. ഇപ്പൊ വിവാഹം ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഈ വക പരിപാടികളൊക്കെ ദാ ഇതുപോലൊരെണ്ണം ഇവളുടെ കഴുത്തിൽ കെട്ടിയിട്ട് മതി. ഇറങ്ങി കൊടുത്ത വേണ്ട, ഇറങ്ങി പോവാൻ പറഞ്ഞ പോണം. വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു പഴഞ്ചൊല്ലുണ്ട് നാട്ടില്. മോളുടെ ഈ രീതി സ്വഭാവം വെച്ചിട്ടേ അതെപ്പോഴും ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാ. ഭക്ഷണം വിളമ്പ്. മനുഷ്യനിവിടെ വിശന്നിട്ട് വയ്യ. അച്ഛൻ വരാതെ ഭക്ഷണം വിളമ്പില്ലെന്ന് നിനക്കറിയില്ലേ? നിനക്ക് വേണമെങ്കിൽ നേരത്തെ എടുത്ത് കഴിക്കായിരുന്നല്ലോ. ഇതെന്തിനാ നിങ്ങളിങ്ങനെ എന്നെ നോക്കിയിരിക്കുന്നത്? വിശക്കുന്നവർക്ക് കഴിച്ചുകൂടെ? അച്ഛനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അച്ഛാ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാ. സ്നേഹ എവിടെ? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. പാവം, ആതിരയെ നോക്കാൻ വന്നിട്ട് ഈ വീട്ടിലെ ജോലി കൂടി മീര ചെയ്യുക. ഞാൻ പലതവണ പറഞ്ഞത് അച്ഛാ മീരയോട്, കേൾക്കണ്ടേ? ഈ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനായി പുറത്തുള്ളവർക്ക് എന്തിനാ കാശ് കൊടുക്കുന്നതെന്നാ മീരയുടെ വാദം. നല്ല മനസ്സാ പാവത്തിന്. നന്ദാ, ഒരു കാര്യം ചെയ്, അമ്പിളിക്കും ജോലി വേണ്ടേ? നമ്മുടെ സ്ഥാപനത്തിലോ ഗസ്റ്റ് ഹൗസിലോ അമ്പിളിക്ക് ജോലി കൊടുക്ക്. അവളുടെ ശമ്പളം കൂടി ഇല്ലെങ്കിൽ ആ കുടുംബത്തിന് അത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. വേണ്ട പോലെ ചെയ്യാച്ച. സ്നേഹേ, നീ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. വേണം, ഞാൻ പിന്നീട് കഴിച്ചോളാം. ഉച്ചയ്ക്ക് നീ ഒന്നും കഴിച്ചില്ലല്ലോ. എഴുന്നേറ്റ് വാ. ദേ, നിന്റെ അച്ഛനൊക്കെ താഴെ കാത്തിരിപ്പുണ്ട്. വാ, ഇങ്ങോട്ട് വാ. എഴുന്നേക്ക്, ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട്. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എത്ര തവണ പറയണ ഒരു കാര്യം? എന്നെ കഴിപ്പിച്ചാലേ നിങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ. കാത്തിരിക്കുന്നവരോടെ എനിക്കൊന്നും വേണ്ടാന്നും എന്നെ തീറ്റിക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞേക്കും.
മോളെ ഞാൻ ദേ മീരേച്ചി എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അത് ചെയ്താൽ മതി. എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടരുത്. എന്റെ കാര്യം നോക്കാനായിട്ടുള്ള പ്രായമൊക്കെ എനിക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്നെ കഴിക്കാൻ വിളിക്കാനും എനിക്ക് വിളമ്പി തരാനും എന്നെ ഉറക്കാനും ഒക്കെ മീരാജിക്ക് എന്താ കാര്യം? കാര്യമില്ലാത്ത കാര്യത്തിന് ഇടപെട്ട് വെറുതെ എന്നെ കൊണ്ട് മുഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിപ്പിക്കരുത്. എല്ലാരും കൂടെ എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? ബുദ്ധിമുട്ടിക്കും. ഞങ്ങൾ പറയുന്ന നിനക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ അത് നിന്റെ തോന്നല. പിന്നെ നിന്റെ കയ്യിലിരിപ്പിന്റെ ഇത്രയും നാളും ആരെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിച്ചോ? ഇല്ലല്ലോ. ഓരോന്നും കാണുമ്പോ മുതിർന്നവരെന്തെങ്കിലും പറഞ്ഞോന്ന് വരും. അതിനാകെയുള്ള മാർഗം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാ. പിന്നെ അറിയാവുന്നവർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതും. ഞാൻ എന്തനുസരിച്ചില്ലെന്നാ പറയുന്നേ? ഇന്ന് രാവിലെ എന്തിനാ എന്റെ മുന്നിൽ വെച്ച് ധനുഷിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചേ? ധനുഷേ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. ഞങ്ങളൊന്ന് അടുത്തിരുന്നെന്നോ സംസാരിച്ചെന്നോ കരുതി എന്ത് സംഭവിക്കാനാ? അർച്ചനടുത്തേക്ക് ഒരാളെ ഇഷ്ടമല്ലെന്ന് കരുതി അയാൾ മോശക്കാരനാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അവൻ മോശക്കാരനായതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. എനിക്കറിയോ അവനെ കുറിച്ച് വല്ലതും. അന്ന് അവൻ ഈ വീട്ടിൽ വന്ന ദിവസം അവനെ എവിടെ വെച്ച് ഞാൻ കണ്ടെന്ന് നിനക്കറിയോ? അറിയാം. ധനുഷിനോട് എല്ലാം പറഞ്ഞു. അവന്തിക ഏട്ടത്തിയുമായി ആ മുറിയിൽ നിന്ന് സംസാരിച്ചതിനാണോ ഏട്ടത്തി പുകിലൊക്കെ ഉണ്ടാക്കുന്നത്? എങ്കിലത് വേണ്ട. കാര്യങ്ങളൊക്കെ ധനുഷ് പറഞ്ഞ് എനിക്കറിയാം. ഓ കൊള്ളാം. അപ്പൊ അവൻ ഒരു മുഴ നീട്ടി എറിഞ്ഞിട്ടുണ്ട്. ഒരാളെ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നീ എന്ത് മാനദണ്ഡമാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നിനക്ക് പറ്റിയ ആളല്ല ഈ പറയുന്ന ധനുഷ് എന്ന് പറയുന്നവൻ. നിനക്കെന്നല്ല, മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്കും. ഞാനും ദേ ഈ നിൽക്കുന്ന മീരടുത്തിയൊക്കെ നിന്റെ പിന്നാലെ നടന്ന് ഓരോന്നും പറയുന്നതേ നാളെ ഒരു സമയം നീ കരയുന്നതും ഞങ്ങൾ തന്നെ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ. നീ നേരത്തെ പറയുന്ന കേട്ടല്ലോ മീരടുത്തേക്ക് ഇതിലൊക്കെ എന്താ കാര്യം? ഒരു കാര്യമില്ലാന്ന് നിന്നെക്കാളും നന്നായിട്ട് ഏടത്തേക്ക് അറിയാം. നീ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല ഇപ്പൊ ഏടത്തി ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നത്. നീ എങ്ങനെ ജീവിച്ചാലും ഏട്ടത്തിക്ക് എന്താ? ദേ ഇതിങ്ങനെ മുന്നോട്ട് പോയാ കുറച്ചു നാള് കഴിയുമ്പോഴുള്ള നിന്റെ അവസ്ഥ ഓർത്തുള്ള പേടി കൊണ്ടാ ഇങ്ങനെ ഓരോന്നും പറയുന്നത്. ഏടത്തി പറയുമ്പോഴല്ലേ നിനക്ക് കുഴപ്പം. എങ്കിൽ ഞാൻ പറയാം. നീ എത്രയൊക്കെ കിടന്ന് ചാടിയാലും ശരി, നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് 3 തരാം. നിന്നെ അവനെ ഇനി ഒരുമിച്ച് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ട അവനെയല്ല നിന്നെ അവൻ ഞാൻ ആദ്യം അടിക്കുന്നത്. അങ്ങനെ വഴി വിട്ട ഒരു ബന്ധത്തിനും ഈ ഏടത്തി സമ്മതിക്കില്ല. എനിക്ക് ജീവിക്കാൻ എന്തിനാ നിങ്ങളുടെ സമ്മതം? എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ സമ്മതം വേണോന്ന്. ഞാൻ എങ്ങനെ ജീവിക്കണം, ആരോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. എന്റെ നിയന്ത്രണം ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.